ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു എപ്പിസോഡാണ്. എന്താണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്തായാലും ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന്. കാര്യം ഈയിടെയായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഷോർട്സിലൊക്കെ കണ്ടത് നമ്മുടെ ലക്ഷദ്വീപുകാരൻ്റെ എലാച്ചി അല്ലെങ്കിൽ കേലാഞ്ചി. ഗെലാഞ്ചി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹാൻഡ് കർച്ചീഫിനെയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ആ ഒരു ടൈപ്പിൽ അവരെ മാപ്പിള റെസിപ്പി അല്ലെങ്കിൽ പുതിയാപ്പിള റെസിപ്പി എന്നൊക്കെ റെഡിയാക്കുന്ന ഒരു സംഭവമാണ്. അവർ സ്വീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ സ്ക്രോളിംഗ് അറിവാണിത്. റിയൽ എന്താണെന്നൊക്കെ അവിടെ പോയാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കി വന്നപ്പോൾ നമ്മുടെ പാലാടയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് കേരളത്തിൽ ഈ പാലാടയെക്കുറിച്ച് അറിഞ്ഞൂടെ. എൻ്റെ നെയ്ബേഴ്സിനൊന്നും ഇങ്ങനെ പാലാട അത്ര ഫേമസ് അല്ല. പാലാട എന്ന് പറയുന്ന ഈ ഒരു റെസിപ്പി നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയതാണോ, ഇവിടെ നിന്ന് ലക്ഷദ്വീപിൽ പോയതാണോ എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ ഞാനിങ്ങനെ രാവിലെ റിസർച്ച് നടത്തി. ചില ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വൻ റിസർച്ചൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വന്നത്, ഓക്കെ ഇതിങ്ങനെയായിരിക്കുമോ, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കുമോ, അല്ല ഇങ്ങനെയായിരിക്കും, ആയിരിക്കില്ല അല്ലേ, ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കുമോ, ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ട് ചില റെസിപ്പീസ് കാണുമ്പോഴും. അതുകൂടാതെ തന്നെ എന്ത് കണ്ടാലും കുറച്ചൊക്കെ റിസർച്ച് നടത്തുന്ന ആളാണ്. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമ്മുടെ പാലാടയുടെ റെസിപ്പി. അപ്പോൾ നോക്കി വന്നപ്പോൾ നമ്മൾ മുട്ടയും അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ കൊണ്ടാണ് അവർ റെഡിയാക്കണതെങ്കിലും അവരിത്തിരി ശകലം ശർക്കര അതിൽ ഒഴിക്കും. ശർക്കരയുടെ കുറച്ച് നീരതിലൊഴിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള മീൻകറിയുടെ വറുത്തരച്ച കറിയുടെ സംഭവവും റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ഇട്ട ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടതെന്നും പറയാം. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഹാജറാക്ക് ചിക്കനേക്കാളും കൂടുതൽ പൊട്ടാറ്റോ ഇഷ്ടമാണ്. അപ്പോൾ പൊട്ടാറ്റോ കറി റെഡിയാക്കി. അങ്ങനെ പാലാടയും പൊട്ടാറ്റോ ചിക്കൻ കറിയും ഒക്കെ ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപുകാർ ഇതിൽ മധുരമായിട്ട് നമ്മുടെ പാലും പഴവും ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലൊക്കെ, അല്ലെങ്കിൽ പാൽവാഴ കാച്ചി മധുരക്കളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് അവർ കഴിക്കാറുള്ളത്. ആ ഒരു കോമ്പിനേഷൻ അവിടെ നിന്നാണ് വന്നത്. അങ്ങനെ ഞാനിതാ ജെമിനിയുടെ ഒപ്പം സംസാരിച്ച് ഒരു ലോഡ് സംസാരമായി. ജെമിനി അങ്ങോട്ട് പറയൽ, ഞാൻ വിചാരിച്ച് ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയ സംസാര പെട്ടിന്ന്. നോക്കിയപ്പോൾ അതല്ല, ജെമിനി ഒരു വാക്ക് ചോദിച്ചാൽ ഒരു 10 വാക്കെങ്കിലും ആൻസർ പറയും. അങ്ങനെ ലോങ് ടോക്കൊക്കെ കഴിഞ്ഞ് അവസാനം പറഞ്ഞു, ഇത് ഈ ഒരു പേരിലുള്ളത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ജെമിനിക്ക് ഏകദേശം ഒരു പിടി കിട്ടിയത്. ഇത് സൗത്ത് ഇന്ത്യൻ ഡിഷ് ആപ്പം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആപ്പമല്ല ജെമിനി, വേറൊരു സംഭവമുണ്ട്, നീ അതും ഒന്ന് തപ്പി നോക്ക് എന്ന്. പാപം റോബർട്ടല്ലേ, റോബർട്ടിന് എത്രമാത്രം നമ്മളായിട്ട് സഹായിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ റോബർട്ടും ഞാനും കൂടി ഒരു വലിയൊരു യുദ്ധമായി. അങ്ങോട്ട് പറച്ചിൽ ഇങ്ങോട്ട് പറച്ചിൽ അങ്ങോട്ട് പറച്ചിലൊക്കെ ആയി. ഫൈനലി പറഞ്ഞ് സമ്മതിച്ച്, ഓക്കെ ഇത് വന്നിട്ട് എലാച്ചിയാണ്, ഇത് ഒരു ലക്ഷദ്വീപ് ഡിഷാണെന്നൊക്കെ പറഞ്ഞു. മേ ബി ഇത് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കാം. സാധാരണ കേരളത്തിൽ നമ്മൾ നാനും ബട്ടർ ചിക്കനും കേരളത്തിൻ്റെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയില്ലേ, അതുപോലൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ പാലാട ഇതുപോലെ വളരെ നൈസാണ്. ഇങ്ങനെ നോക്കിയാൽ നല്ല തിന്നൻ, നല്ല ക്രിസ്പി ലെയർ, മടക്കി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റും സൈഡ് കുറച്ച് ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല തിൻ കർച്ചീഫ് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് റെസിപ്പി വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട്. നമ്മുടെ റമദാൻ വ്ലോഗിൽ ഒരു പാലാട മാത്രം ഉണ്ടാക്കുന്ന പാലാടം ഓട്ടാട ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പി കാണണമെന്നുള്ളത് കൊണ്ടല്ല ഇതിട്ടത്. ഇത് ജസ്റ്റ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടതാണേ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകണ്ട. വീണ്ടും മറ്റിതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതാ ക്രിസ്പി പാലാട കഴിച്ച് കാണിക്കാം. വളരെ ക്രിസ്പിയാണ്. ഇതിങ്ങനെ നാക്കിലിടുമ്പോൾ അലിഞ്ഞു പോവും ഈ ഒരു ക്രിസ്പി ഭാഗമൊക്കെ. വെച്ചാൽ നമ്മൾ വളരെ തിന്നാണ്, നമുക്കിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ്. ഒരു 10-12 തിന്നാലേ വയറ് ഫില്ലാവുള്ളൂ. വളരെ തിന്നാണ്. എൻ്റെ ഉമ്മയൊക്കെ റെഡിയാക്കണ കുറച്ചുകൂടി കട്ടിക്ക് ഉണ്ടാക്കും. അതും ടേസ്റ്റ് കുറവൊന്നുമല്ല. 1, 2, 3 നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ ജോലി എളുപ്പത്തിന് എന്നെ വഴക്ക് പറയും ഞാൻ ഇത്രയും തിന്നായിട്ട് ലെയറായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, നമ്മുടെ ലക്ഷദ്വീപുകാർ ഇത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ജനിച്ച കാലം മുതലേ ഉമ്മ ഒക്കെ നോൺ സ്റ്റിക്കിലാണ് റെഡിയാക്കുന്നത്. മേ ബി ദുബായിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി ശീലിച്ചതാണോ എന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു പാനിൽ, നോൺ സ്റ്റിക്ക് പാനിൽ, പാലാടയ്ക്ക് തന്നെ സെപ്പറേറ്റ് ദുബായിലിരുന്ന് വരുത്തിയ നോൺ സ്റ്റിക്ക് പാനിലാണ് അവർ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാണ് പാലാട. കെലാഞ്ചി അല്ലെങ്കിൽ എലാച്ചി എന്തോ ആണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീണ്ടും മറ്റൊരു വ്ലോഗായിട്ട് വരാം. ബൈ ബൈ.